വെൽക്കം ടു ഓൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്ന ഫസ്റ്റ് മോഡ്യൂളിൽ വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്സ് എന്ന ചാപ്റ്ററാണ്. അതിൽ തന്നെ നമ്മൾ ഡ്യൂട്ടി എന്താ, ഡെൽറ്റ എന്താ, ക്രോപ്പ് പീരീഡ് എന്താ, ബേസ് പീരീഡ് എന്താ, ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെയിൻ ക്രോപ്സ് ഏതൊക്കെയാണ്, ക്രോപ്പ് സീസൺസിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ഡ്യൂട്ടി, ബേസ് പീരീഡ്, ഡെൽറ്റ ഇവയൊക്കെ ബേസ് ചെയ്ത് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എക്സാംസിന് ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഡയറക്റ്റ് ഇക്വേഷനിൽ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ വരുന്നുള്ളൂ. നമുക്ക് അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത്. സോ നമുക്ക് ഓരോ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഡെൽറ്റ ഫോർ എ ക്രോപ്പ് if the duty for a base period of 110 days is 1400 hectares per cumac. അപ്പോൾ ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഡെൽറ്റയാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇവിടെ ബേസ് പീരീഡും തന്നിട്ടുണ്ട്, അതുപോലെ ഡ്യൂട്ടിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ബേസ് പീരിയഡിൻ്റെ വാല്യൂ അറിയാം, അതുപോലെ തന്നെ ഡ്യൂട്ടിയുടെ വാല്യൂ അറിയാം. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഡെൽറ്റ കിട്ടും. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 8.64 ഇൻറ്റു ബി ബൈ ഡി. 8.64 ഇൻറ്റു ബേസ് പീരിയഡ് എന്ന് പറയുന്നത് 110 ഡേയ്സ് ആണ്, ഡിവൈഡഡ് ബൈ 1400 ഡ്യൂട്ടിയാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.68 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡെൽറ്റനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മീറ്ററിലാണ്. ആ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെയിം വേ സെക്കൻഡ് ക്വസ്റ്റ്യനും ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, ആൻസർ നമുക്ക് കിട്ടും. A crop requires a total depth of 92 cm of water for a base period of 120 days. Find the duty of water. നേരത്തെ ഡെൽറ്റ ആയിരുന്നു കാണാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ ഡ്യൂട്ടിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ സെയിം ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡി ഈസ് ഈക്വൽ ടു 8.64 ബി ബൈ ഡെൽറ്റ ആയി മാറും. അതിൽ നമുക്ക് വാല്യൂസൊക്കെ അവൈലബിൾ ആണ്. സോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. 8.64 ഇൻറ്റു 120 ഡിവൈഡ് ബൈ 0.92. ഇവിടെ ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട് 92 സെൻറ്റിമീറ്റർ ആണ്. അതിനെ കൺവേർട്ട് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1129 ഹെക്ടേഴ്സ് പെർ ക്യുമക് ആണ്. അതിൻ്റെ യൂണിറ്റ്സ് നിർബന്ധമായിട്ട് എഴുതണം. ഡെൽറ്റയുടെ യൂണിറ്റ്സ് ആണ്, ഡ്യൂട്ടിയുടെ യൂണിറ്റ്സ് ആണ് ഹെക്ടേഴ്സ് പെർ ക്യുമക്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് ഒരു മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡ്യൂട്ടി ഓഫ് വാട്ടർ ഇൻ എ കനാൽ ഫോർ ടൊബാക്കോ ക്രോപ്പ് വാസ് എസ്റ്റിമേറ്റഡ് ആസ് 1400 hectares per cumac. ഫസ്റ്റ് വാട്ടറിംഗ് വാസ് ഡൺ ഓൺ 24th November. ലാസ്റ്റ് വാട്ടറിംഗ് വാസ് ഡൺ 21st March. കാൽക്കുലേറ്റ് ഡെൽറ്റ. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റയാണ്. ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട്, 1400 ഹെക്ടേഴ്സ് പെർ ക്യുമക് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ബേസ് പീരീഡും തന്നിട്ടുണ്ട്. ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ടറിങ് ചെയ്തത് മുതൽ ലാസ്റ്റ് വാട്ടറിങ് ചെയ്തത് വരെയുള്ള ആ ഡ്യൂറേഷൻ അല്ലേ. അപ്പോൾ ഫസ്റ്റ് വാട്ടറിങ് ചെയ്യുന്നത് 24th November, ലാസ്റ്റ് വാട്ടറിങ് ചെയ്യുന്നത് 21st March. അപ്പോൾ നമുക്ക് ആ ഒരു ക്രോപ്പിൻ്റെ ബേസ് പീരീഡ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. 24th November മുതൽ 21st March വരെ എത്ര ഡേയ്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി തന്നിട്ടുണ്ട്, അതുപോലെ ബേസ് പീരീഡും തന്നിട്ടുണ്ട്. ആ ബേസ് പീരീഡ് നമ്മൾ കണ്ടുപിടിച്ചു. 24th November ടു 21st March 118 ഡേയ്സ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? 8.64 ബി ഡിവൈഡ് ബൈ ഡി ചെയ്താൽ നമുക്ക് ഡെൽറ്റ കിട്ടും. അതിൻ്റെ വാല്യൂടെ കിട്ടിയിട്ടുണ്ട് 0.7283 മീറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം.
An irrigation canal has gross command area of 80,000 hectares, out of which 85% is cultivable irrigable. The intensity of irrigation of Kharif season is 30% and for Rabi season 60%. Find the discharge required at the head of the canal if the duty at its head is 800 hectares per cubic for Kharif season and 1700 hectares per cubic for Rabi season. ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ഫൈൻഡ് ദ ഡിസ്ചാർജ് റിക്വയർഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ കനാൽ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഡിസ്ചാർജ് ആണ്. എത്ര വാട്ടർ ആണ് ആ ഒരു കനാലിൽ കൂടി പാസ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്, അതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിൽ ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ സീസണിൽ വരുന്ന ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഖാരിഫ് സീസണിൽ 8000 ഹെക്ടേഴ്സ് പെർ ക്യൂമക്കാണ്. അതുപോലെ റാബി സീസണിൽ 1700 ഹെക്ടേഴ്സ് പെർ ക്യൂമക്കാണ് ഡ്യൂട്ടി തന്നിട്ടുള്ളത്. ഡിറ്റർമിൻ ചെയ്യാനുള്ളത് ഡിസ്ചാർജ് ആണ്. ഇവിടെ ഗ്രോസ് കമാൻഡ് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 80,000 ഹെക്ടേഴ്സ് ആണ്. ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ ഹോൾ ഏരിയനെ പറയുന്ന പേരാണ്. അതിനൊരു ബൗണ്ടറി ഉണ്ടാവും. അതിന് ഇൻക്ലൂസീവായിട്ട് വരുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഗ്രോസ് കമാൻഡ് ഏരിയ. 80,000 ഹെക്ടേഴ്സ് ആണ് GCA വരുന്നത്. അതിൽ 85% കൾച്ചറബിൾ ഏരിയയാണ്. കൾച്ചറബിൾ മീൻസ് അവിടെ നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. 85% ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഓരോ സീസണിലുള്ള ഇൻറ്റൻസിറ്റിയും തന്നിട്ടുണ്ട്. 30%ഉം 60%ഉം ഖാരിഫ് റാബി സീസൺസിൽ. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്? ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, ആ കനാലിൻ്റെ ഡിസ്ചാർജ്. അപ്പോൾ ഇവിടെ ഏരിയാസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഗ്രോസ് കമാൻഡ് ഏരിയ തന്നിട്ടുണ്ട്, 80,000 ഹെക്ടേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് കൾച്ചറബിൾ ഇറിഗബിൾ ഏരിയ കണ്ടുപിടിക്കാം. അതിന്ന് 85% ലാൻഡാണ് ഇറിഗബിൾ ഏരിയ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് കൾച്ചറബിൾ ഇറിഗബിൾ ഏരിയ കിട്ടുന്നത് 80,000 ഇൻറ്റു 0.85% കൺവേർട്ട് ചെയ്തതാണ്. സീക്വൽ ടു 68,000 ഹെക്ടേഴ്സ് കിട്ടും. അതാണ് നമ്മുടെ കൾച്ചറബിൾ ഇറിഗബിൾ ഏരിയ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ ഡിഫറെൻറ്റ് സീസൺസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. റാബി സീസണും ഖാരിഫ് സീസണും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഖാരിഫ് സീസണിൽ 30% ലാൻഡാണ് അവിടെ ഹെക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു കൾച്ചറബിൾ ഇറിഗബിൾ ഏരിയയുടെ 30% കണ്ടുപിടിക്കണം. ഏരിയ അണ്ടർ ഖാരിഫ് സീസൺ 68,000 ഇൻറ്റു 0.30 ചെയ്താൽ നമുക്ക് 20,400 ഹെക്ടേഴ്സ് കിട്ടും. അതുപോലെ ഏരിയ അണ്ടർ റാബി സീസണും കണ്ടുപിടിക്കുക. റാബി സീസണിൽ വരുന്ന ഏരിയ ലാൻഡിൻ്റെ ടോട്ടൽ സ്പേസ് എന്ന് പറയുന്നത് 60% ആണ്. 68,000 ഇൻറ്റു 0.60 ചെയ്താൽ നമുക്ക് 40800 ഹെക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ളത് ഡിസ്ചാർജ് ആണ്. ഓരോ സീസണിലും എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ഇറിഗേറ്റ് ചെയ്യുന്നത്, ആ ഒരു എമൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. വാട്ടർ റിക്വയർഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ കനാൽ ടു ഇറിഗേറ്റ് ദ ലാൻഡ് അണ്ടർ ഖാരിഫ് സീസൺ. ഖാരിഫ് സീസണിൽ ഡിസ്ചാർജ് ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് ആണ് ഇക്വേഷൻ വഴി കാണിച്ചിട്ടുള്ളത്. അവിടെ എന്താണ്? ഏരിയ ഡിവൈഡഡ് ബൈ ഖാരിഫ് സീസണിൽ വരുന്ന ആ ഒരു ഏരിയ ഡിവൈഡഡ് ബൈ ഡ്യൂട്ടി, അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട് 25.5 ക്യൂമാക്സ്. അതുപോലെ വാട്ടർ റിക്വയർഡ് അറ്റ് ഹെഡ് ഓഫ് കനാൽ ഇറിഗേറ്റ് ദ ലാൻഡ് അണ്ടർ റാബി സീസൺ. റാബി സീസണിൽ വരുന്ന ഡിസ്ചാർജും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 24 ക്യൂമാക്സ് കിട്ടിയിട്ടുണ്ട്. Thus the water requirement during Kharif is more than that in Rabi. Hence the canal must be designed to carry a discharge of 25.5 cumacs.
അപ്പോൾ ഇവിടെ എന്താണ്, ഖാരിഫ് സീസണിലാണ് കൂടുതൽ വാട്ടർ ഇറിഗേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആ ഒരു കനാല് കനാല് ഡിസൈൻ ചെയ്യുമ്പോൾ 25.5 ക്യുമെക്സ് വാട്ടർ ക്യാരി ചെയ്യുന്ന രീതിയിൽ വേണം അതിൻ്റെ ഡിസൈൻ ക്യാരിഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡ്യൂട്ടി, ഡെൽറ്റ, ബേസ് പീരീഡ് ഇവയെ ബേസ് ചെയ്തിട്ട് 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച പ്രോബ്ലംസ് ചെയ്തതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്താണ് ഡിറ്റർമിൻ ചെയ്യാനുള്ളത് നോക്കുക, അത് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇത് ഹോംവർക്കായിട്ട് ചെയ്യുക. The next chapter we discuss about hydrology. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ഹൈഡ്രോളജി. എന്താണ് ഹൈഡ്രോളജി, അതുപോലെ ഹൈഡ്രോളജിക് സൈക്കിളിൽ വരുന്ന ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം, ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഹൈഡ്രോളജിയുടെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ് എന്നാ വരുന്നത് വെച്ചാൽ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹൈഡ്രോളജിയുടെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളജി മീൻസ് ദ സയൻസ് ഓഫ് വാട്ടർ. ഹൈഡ്രോ മീൻസ് വാട്ടർ, ലജി മീൻസ് സയൻസ്. അങ്ങനെയാണ് ഹൈഡ്രോളജിക്ക് ആ പേര് വന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഒക്കറൻസ്, സർക്കുലേഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓഫ് ദി എർത്ത് ആൻഡ് എർത്ത് അറ്റ്മോസ്ഫിയർ. ഒരു ഇറിഗേഷൻ എഞ്ചിനീയർ മെയിനായിട്ട് കൺസേൺ ചെയ്യുന്നത് ഇറിഗേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളക്ഷനെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും മാത്രമല്ല, മറിച്ച് വാട്ടറിൻ്റെ ഒക്കറൻസിനെ കുറിച്ചും ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും അതുപോലെ എർത്തിൽ വരുന്ന വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ അറിഞ്ഞിരിക്കണം. ഹൈഡ്രോളജി മെയിനായിട്ട് ഡീൽ ചെയ്യുന്നതും ഇത് തന്നെയാണ്. എർത്ത് അറ്റ്മോസ്ഫിയറിലുണ്ടാവുന്ന ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷന്, മൂവ്മെൻറ്റ്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻസാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഹൈഡ്രോളജി എന്നുള്ളത് ഹ്യൂമൻ സിവിലൈസേഷൻ സ്റ്റാർട്ടിങ് മുതൽക്ക് തന്നെ ഡെവലപ്പ് ചെയ്തു വന്ന ഒരു സയൻസ് കൂടിയാണ്. നമുക്ക് ഓരോ സിവിലൈസേഷൻ എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ വാട്ടർ യൂസേജ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിക്കോട്ടെ, മോഹൻജിദാരോ സിവിലൈസേഷൻ, അങ്ങനെ ഒരുപാട് സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊക്കെ പോൺസും ലൈക്സൊക്കെ ഉണ്ട്, അവർ ഡെവലപ്പ് ചെയ്ത പോൺസും ലൈക്സൊക്കെ ഉണ്ട്. അവിടെ വാട്ടറിൻ്റെ യൂസേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ഒക്കറൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൂവ്മെൻറ്റ്, എർത്തിലൂടെയുള്ള വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയൊക്കെ അന്ന് മുതൽക്കേ നടന്നു വരുന്നതാണ്. അപ്പോൾ ഹൈഡ്രോളജി എന്താണെന്ന് ഒന്നുകൂടി ഞാൻ പറയാം. ഇറ്റ് ഈസ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഒക്കറൻസ്, സർക്കുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ഓഫ് എർത്ത് ആൻഡ് എർത്ത് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഹൈഡ്രോളജിക് സൈക്കിളിനെ വാട്ടർ സൈക്കിൾ എന്നും പറയും. നമ്മുടെ എർത്ത് സർഫസിലെത്തുന്ന വാട്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് മൂവ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. അവിടെ ഡിഫറെൻറ്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രോളജിക് ആക്ഷനിൽ ഡിഫറെൻറ്റ് പ്രോസസ്സസ് നടക്കുന്നുണ്ട്. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. അതിൽ വരുന്ന ഡിഫറെൻറ്റ് ആക്ഷൻസ് അല്ലെങ്കിൽ പ്രോസസ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇവാപറേഷൻ. ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, മോയ്സ്ചർ ഫോമിൽ വാട്ടർ മോളിക്യൂൾസ് ലിഫ്റ്റ് ചെയ്യുക, അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ ലിഫ്റ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇവാപറേഷൻ. പിന്നെ ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ട്, കണ്ടൻസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്, റൺ ഓഫ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്, പ്രസിപ്പിറ്റേഷൻ നടക്കുന്നുണ്ട്, സബ് സർഫസ് ഫ്ലോ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ചേർന്നതാണ് ഒരു ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു വാട്ടർ സൈക്കിളിൽ വരുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ്, ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സർഫസ് സോഴ്സ് ലൈക്ക് റിവർ, ലേക്സ്, ഓഷ്യൻസ്, ഫ്രം ദ സർഫസ് ഓഫ് സോയിൽ, പ്ലാന്റ്സ് ത്രൂ ട്രാൻസ്പിറേഷൻ. ബൈ ദിസ് പ്രോസസ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വേപ്പർ. അപ്പോൾ ഇവിടെ ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്താ? ഇതൊരു പ്രോസസ്സാണ്. നമ്മുടെ എർത്ത് സർഫസിൽ വാട്ടർ എത്തുന്നുണ്ടല്ലേ, ആ വാട്ടർ മൂവ് ചെയ്തിട്ട് ഓഷ്യൻസ്, ലൈക്സ്, റിവേഴ്സ് ഇവിടെയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ വെച്ച്
സൺ ഹീറ്റിൻ്റെ പ്രസൻസിൽ ഈ വാട്ടർ വേപ്പറൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിൻഡ് ആക്ഷൻ കാരണോ ഹീറ്റ് കാരണോ ടെമ്പറേച്ചർ കാരണോ ഈ വാട്ടർ എന്താണ് വേപ്പറൈസ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇവാബ്രേഷൻ. ഓൺലി റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസ് ഇവിടെ മാത്രമല്ല ഇവാബ്രേഷൻ നടക്കുന്നത്. സർഫസ് ഓഫ് സോയിലും നമ്മൾ സോയിൽ സർഫസിൽ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതും ഇവാബ്രേഷൻ നടക്കാറുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിലാണെങ്കിൽ പ്ലാന്റിൽ ഇവാബ്രേഷൻ നടക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ നിന്ന് വാട്ടർ വേപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്പിരേഷൻ. അപ്പോൾ ഇവാബ്രേഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ ഒരു ഹൈഡ്രോളജിക് സൈക്കിളിൽ വരുന്ന നെക്സ്റ്റ് പ്രോസസ്സാണ് കണ്ടൻസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വേപ്പർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സോളിഡ് ഫോം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവാബ്രേഷൻ വഴി എത്തുന്ന വാട്ടർ മോളിക്യൂൾസ് കണ്ടൻസേറ്റ് ചെയ്യും. കണ്ടൻസേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഫോമിലേക്ക് ആ ഒരു വേപ്പറിനെ കൺവേർട്ട് ചെയ്യും. അതിനെ നമ്മൾ ക്ലൗഡ്സ് എന്ന് വിളിക്കും അല്ലേ, മേഘം. നെക്സ്റ്റ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? അറ്റ്മോസ്ഫിയറിൽ നിന്ന് വാട്ടർ മോളിക്യൂൾസ് എർത്ത് സർഫസിലേക്ക് വന്ന് പതിക്കുക. അതിനെയാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് ഫോംസിലായിരിക്കും വന്ന് പതിക്കുന്നത്. ചിലപ്പോൾ ഒന്നെങ്കിൽ റെയിൻഫാൾ ആയിരിക്കാം, സ്നോഫാൾ ആയിരിക്കാം, സ്ലീറ്റ് ആയിരിക്കാം, ഡ്രിസിൽസ് ആയിരിക്കാം. ഇങ്ങനെ പ്രസിപ്പിറ്റേഷന് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. ഇൻഫിൽട്രേഷൻ. ആഫ്റ്റർ വാട്ടർ റീച്ചസ് ദ ഗ്രൗണ്ട് ഇറ്റ് ഇൻഫിൽട്രേറ്റ്സ് ഇൻ ടു ദ ഗ്രൗണ്ട്. ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് അണ്ടർ ഗ്രാവിറ്റി ആക്ഷൻ വഴി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വാട്ടറിൻ്റെ ഗ്രൗണ്ട് സർഫസിൽ എത്തിച്ചേർന്നാൽ അവിടെ ഗ്രൗണ്ടിലൂടെ വാട്ടറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ, ഇൻ ടു ദ എർത്തിനുള്ളിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ പ്രോസസ്സിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സർഫസ് ഡിറ്റൻഷൻ. സം പാർട്ട് ഓഫ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ഡിപ്രഷൻ പ്രസൻറ്റ് ഓൺ ദി ഗ്രൗണ്ട്. നമ്മുടെ ഗ്രൗണ്ടിലുണ്ടാവുന്ന ചില ഡിപ്രഷൻസ്, ചില താഴ്ചകൾ, അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിനെ പറയുന്ന പേരാണ് സർഫസ് ഡിറ്റൻഷൻ. സർഫസ് റൺ ഓഫ്. ദ റിമൈനിങ് വാട്ടർ വിച്ച് ഫ്ലോ ഓൺ ഗ്രൗണ്ട് ഓർ സർഫസ് ആൻഡ് ജോയിൻസ് ചാനൽ ഈസ് കാൾഡ് സർഫസ് റൺ ഓഫ്. സർഫസ് റൺ ഓഫ് എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ എർത്ത് സർഫസിൽ എത്തിച്ചേരും. അവിടെ നിന്ന് കുറേ പാർട്ട് എന്താണ് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകും, കുറച്ചൊക്കെ ഇവാബ്രേറ്റ് ചെയ്ത് പോകും. എക്സസ് ആയിട്ട് വരുന്ന വാട്ടർ എന്താണ് എർത്ത് സർഫസിലൂടെ തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിനെയാണ് റൺ ഓഫ് എന്ന് പറയുന്നത്. റൺ ഓഫ് ചെയ്ത വാട്ടർ എത്തിച്ചേരുന്ന ഒന്നെങ്കിൽ ചാനൽസിലോ റിവേഴ്സിലൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഓർ ഇൻ്റർഫ്ലോ. ദ വാട്ടർ വിച്ച് ഇൻഫിൽട്രേറ്റ് ഇൻ ടു ദ ഗ്രൗണ്ട് ജോയിൻസ് ദ സ്ട്രീംസ് ഓൺ ദി ലേറ്റർ സ്റ്റേജ് ഈസ് കാൾഡ് ഇൻ്റർഫ്ലോ. ഇവിടെ എർത്ത് സർഫസിലെത്തുന്ന വാട്ടർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ആ ഇൻഫിൽട്രേറ്റ് ചെയ്തെത്തുന്നത് ഗ്രൗണ്ട് സ്ട്രീമിലൊക്കെ ആയിരിക്കും. ഇവിടെ ഗ്രൗണ്ട് സ്ട്രീമിനും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, വാട്ടറിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്ലോ ഉണ്ടാവും. അതിനെയാണ് ഇൻ്റർഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഓരോ പ്രോസസ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് പ്രസിപ്പിറ്റേഷനും റൺ ഓഫ്, ഇവാബ്രേഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.